വേഗം പോടാ. ഫാസ്റ്റർ ഗോപു, ഒരല്പം സ്പീഡായിട്ട് പോ. എടാ ലക്ഷ്മണ, ഇത് സൈക്കിളാണ്, സൈക്കിള്. നീ വിചാരിക്കുന്ന പോലെ ഇത് സ്പോർട്സ് ബൈക്ക് ഒന്നും അല്ല. അല്ല പിന്നെ ബൈക്ക് മാത്രമല്ല ഗോപു, ഒരു ദിവസം നമ്മളുടെ കയ്യിൽ ഹൈ സ്പീഡ് ഓട്ടോമാറ്റിക് കാറും ഉണ്ടാവും. അതിന് കാത്തിരിക്കുക. ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ ഹൈ സ്പീഡ് സൈക്കിൾ ഉണ്ടല്ലോ. റേസിന് വരുന്നോ? എടാ മാധവ, ഞങ്ങൾ ചീറ്റേഴ്സിന്റെ ലൂസേഴ്സിന്റെയും കൂടെ റേസ് വെക്കാറില്ല. എടാ പേടിത്തൊണ്ട, പിന്നെ നീ ആരുടെ കൂടെയാടാ റേസിന് പോകുന്നത്? ഏയ്, ഗോപുവിന് ആരെയും പേടിയില്ല. ഗോപു, നിന്റെ സ്പീഡ് എന്താണെന്ന് ഇവന്മാർക്ക് ഇന്ന് കാണിച്ചു കൊടുക്ക്. ഷോദം സ്പീഡ് ഒന്ന് കാണിക്ക് ഗോപു. ഞാൻ ആരെയും തോൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. മാധവൻ സ്വയം അങ്ങ് തോറ്റു പോകും. അതെങ്ങനെയാണ് ഞാൻ സ്വയം തോറ്റു പോകുന്നത്? ഇവൻ പറയുന്നത് മുന്നോട്ട് നോക്കിയ വണ്ടി ഓട്ടും മാധവ. ഒരുവിധം രക്ഷപ്പെട്ടു. ഇല്ല, രക്ഷപ്പെട്ടില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്, മനസ്സിലായില്ലേ? കിട്ടിയില്ലേ നല്ലോണം? വഴി നോക്കി വണ്ടി ഓടിക്കാൻ അറിയാത്തവരെല്ലാം സൈക്കിൾ റേസിന് വന്നിരിക്കുന്നു. ഒന്ന് നിർത്തടാ ഗോപു. ഇത് സ്കൂട്ടറാണോ അതോ പുകയുണ്ടാക്കുന്ന മെഷീനോ? കണ്ടില്ലേ, എന്റെ പുതിയ സ്കൂട്ടറാണ് ഇത്. ലേറ്റസ്റ്റ് മോഡലാണ് കേട്ടല്ലോ. റെഡ് കളറാണ്. മൈൻഡ് ബ്ലോയിങ് അല്ലേ? സൂപ്പർ. ഹൈ സ്പീഡ്, കലക്കി, സൂപ്പർ സ്റ്റൈലിഷ്. നല്ല അടിപൊളി സ്കൂട്ടറാണ് വസൂലി ബായ്. നിങ്ങളുടെ ലെവലൊന്നും വേറെയാണ് കേട്ടോ. സ്കൂട്ടറിന്റെ അടുത്ത് നിൽക്കുമ്പോ നിങ്ങൾ ഒരു ബിഗ് ബോസിനെ പോലെ ഉണ്ട് വസൂലി ബായ്. എന്താ മാധവ, എന്താ നീ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളെ പോലെ ഈ സ്കൂട്ടർ നല്ല സ്റ്റൈലായിട്ടുണ്ടെന്ന് പറഞ്ഞു തന്നതാ. വസൂലി ബായ്, നിങ്ങളുടെ ഈ സ്കൂട്ടർ നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട സുഹൃത്തിന് കുറച്ചു നേരം ഓടിക്കാൻ തരുമോ പ്ലീസ്? അവന് സൈക്കിൾ പോലും ഓടിക്കാൻ അറിയില്ല. വന്നിരിക്കുന്ന ഒരുത്തെ സ്കൂട്ടർ ഓടിക്കാൻ. വസൂലി ബായ് ഒന്ന് നിക്ക്. അവൻ പറയുന്നൊന്ന് കാര്യാക്കണ്ട. ഞാൻ സേഫ് ആയിട്ട് ഓടിക്കാം, പ്രോമിസ്. ഒന്ന് തരൂന്നേ. ഒരു റൗണ്ട് ഞങ്ങൾ പോയിട്ട് വരാം പ്ലീസ് വസൂലി ബായ്. വസൂലി ബായ് ഗോപുവിന് മാത്രമേ സ്കൂട്ടർ കൊടുക്കുള്ളൂ. നിനക്കൊന്നും തരില്ലടാ. ഒരു മിനിറ്റ് ഒന്ന് നിക്കണേ. നിങ്ങളിൽ ആർക്കും ഞാൻ സ്കൂട്ടർ തരാൻ പോകുന്നില്ല. നിങ്ങൾ വരും പിള്ളേരാണ്, നിങ്ങൾക്ക് ലൈസൻസും ഇല്ല. അതുകൊണ്ട് സോറി, ബൈ. ഓടിച്ച് കറങ്ങി നടക്കുന്നു. നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്ത് വസൂലി ബായിനെ സമ്മതിപ്പിക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ സ്കൂട്ടർ ഓടിക്കുന്നത് മിലി കണ്ടു കഴിഞ്ഞാലേ അവൾ എന്തുമാത്രം ഇംപ്രസ് ആവുമായിരിക്കും. അതെ, സ്വപ്നമൊക്കെ കൊള്ളാം. നീ കണ്ട ഈ കിനാവുണ്ടല്ലോ, അത് കിനാവായിട്ട് അങ്ങനെ തുടരും. കാരണം സ്കൂട്ടർ പിന്നെ മിലി, ഇത് രണ്ടും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ആണോടാ? നമുക്ക് നോക്കാം. ചാലഞ്ച് അക്സെപ്റ്റഡ്. നീ നോക്കിക്കോ, ഞാൻ സ്കൂട്ടർ ഓടിക്കും, മിലിയെ ഇംപ്രസ് ചെയ്യും. നോക്കിക്കോളാ. വരൂ കൂട്ടുകാരെ. വന്നിരിക്കുന്ന ഒരുത്ത മിലിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട്. എടാ ഗോപു, അവൻ വസൂലിനോട് ചോദിച്ചാ സ്കൂട്ടർ മേടിക്കോ? ഒരു പക്ഷെ വാങ്ങിച്ചാലോ? മിലി ഇവനെ കണ്ട് ഒന്ന് ഇംപ്രസ് ആക്കി പോയാലോ? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കൂ ഗോപു. നീ പറഞ്ഞത് എന്തായാലും ശരിയാണ് ലക്ഷ്മൺ. നമ്മൾ അവനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. വസൂലി ബായ്, ഞാൻ ഈ സ്കൂട്ടർ എങ്ങോട്ട് തട്ടാതെ നോക്കിക്കോളാം. പ്രോമിസ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരാന്നേ പ്ലീസ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഈ കൂട്ടുകാരനെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കൂലേ? അത് പിന്നെ ശരിക്കും അതല്ല കാരണം കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ലൈസൻസ് ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്കൂട്ടർ തരാത്തത്. നിങ്ങൾക്ക് 18 വയസ്സ് കഴിയുമ്പോൾ ലൈസൻസ് എടുത്താൽ ഞാൻ സ്കൂട്ടർ തരാം. സത്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫോട്ടോയൊക്കെ എടുക്കാമല്ലോ. താങ്ക് യു വസൂലി ബായ്. ഒരു കാര്യം, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണേ. എന്റെ സ്കൂട്ടർ നോക്കിക്കോണേ. ഞാൻ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. നീ വന്നത് ഏതായാലും നന്നായി. ഞങ്ങളെ ഒന്ന് ഫോട്ടോ എടുക്കടാ. എവിടെ കാണിച്ചേ? നീ ശരിക്കും എടുത്തോ ഇല്ലയോ?
അത് കൊള്ളാലോ. ഇവന്മാരെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഇവരെന്തെങ്കിലും ഗുലുമാലോപിക്കുമെന്നാണ് തോന്നുന്നത്. ഞാനത് ക്ലിക്ക് ചെയ്ത് പ്രൂഫ് ആക്കി മാറ്റും. മാധവ, നിനക്ക് സ്കൂട്ടർ കിട്ടിയില്ല, പിന്നെ എങ്ങനെയാടാ മിലിയെ ഇംപ്രസ് ചെയ്യാൻ പോകുന്നത്? പറ പറ പറ. വസൂലി ബൈനോട് പറഞ്ഞു ഞങ്ങൾക്ക് സ്കൂട്ടർ ഓടിക്കാൻ പറ്റുമല്ലോ എന്ന്. പക്ഷെ ഞങ്ങൾക്ക് നടന്നു പോകാൻ പറ്റുമല്ലോ. എന്താ അവൻ പറഞ്ഞതിന്റെ അർത്ഥം? ചീറ്റിംഗ് ഗോപു, ഭയങ്കര ചീറ്റിംഗ്. മിലി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഞാൻ വരാന്ന്. പിന്നെ എന്നെ വിട്ടിട്ട് പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ എടാ, സംഭവിച്ചത്. ലക്ഷ്മൺ ലക്കി, വേഗം താഴെ ഇറങ്ങി അങ്ങോട്ട് നോക്ക്. മിലി, ഏയ് ഒരിക്കലും അല്ല. ഞാൻ ഓൾറെഡി കണ്ടതല്ലേ. അതെ ലക്കി, സച്ചിൻ ഔട്ടായാൽ അതോടെ മാച്ച് തീർന്നു. മഴ വന്നാ പിന്നെ സൺഗ്ലാസസ് നമുക്ക് എന്തിനാ? അതുപോലെ മിലി വന്നതും എനിക്കൊരു നമ്മളുടെ വാല്യൂ പ്രശ്നമില്ല. 0. അതാ സത്യം. ഓക്കെ, ഞാൻ നിന്നോട് പിന്നെ സംസാരിക്കാം. ബൈ ബൈ. ആ, ഇത്ര നല്ല സ്കൂട്ടറിൽ നീയോ? അതായത് നിനക്കെങ്ങനെ ഇത്ര നല്ല സ്കൂട്ടർ കിട്ടിയത്? അത് ശരിയാണ്. എന്റെ അങ്കിള് ദുബായിൽ നിന്ന് ഈ സൈക്കിൾ എനിക്ക് വേണ്ടി അയച്ചു തന്നതാണ്. ഐ മീൻ സ്കൂട്ടർ. ഓഹോ, ഐ സീ ഐ സീ. എന്നാ ചാവി ഒന്ന് താ, ഞാനൊരു റൗണ്ട് പോയിട്ട് വരാം. ചേടാ എന്താടാ മാധവത്, മിലിക്ക് നീ സ്കൂട്ടർ ഓടിക്കാൻ കൊടുക്കില്ലേ? കൊടുക്കടാ, കൊടുക്ക്. അത് പിന്നെ മിലി, എന്റെ കയ്യില് ചാവിയില്ല. ഹാ, അപ്പൊ നീ എങ്ങനെ സ്കൂട്ടർ ഇതുവരെ കൊണ്ടുവന്നത്? എന്റെ കയ്യിൽ സ്കൂട്ടർ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മിലിക്ക് കൊടുത്തേനെ. അതായത് ഈ മാധവൻ മിലിക്ക് സ്കൂട്ടർ കൊടുക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല. ആ, അവന്റെ വിചാരം നിനക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ല എന്നാ. അതോ അവര് പറഞ്ഞത് സത്യാണോ? ഏയ് അല്ലല്ല, അതല്ല കാര്യം. അത് പിന്നെ പെട്രോൾ തീർന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങി നിൽക്കുന്നത്. ഓക്കേ ഓക്കേ, whatever. ചിരിച്ചോടാ ചിരിച്ചോ. പക്ഷെ മാധവൻ ചാലഞ്ചിൽ ജയിച്ചിരിക്കുക. അവന് സ്കൂട്ടറും കിട്ടി, പിന്നെ മിലി അവൻ ഇംപ്രസും ചെയ്തിരിക്കുക. ഞങ്ങൾ ജയിച്ചു. അത് കൊള്ളാം ലക്ഷ്മൺ, നീ മാത്രമാണ് എന്റെ ബെസ്റ്റ് കൂട്ടുകാരൻ. ഗോപാൽ, നീ തോറ്റുപോയി. ഇപ്പൊ ചിരിക്കടാ. ഒന്ന് പോടാ അവിടുന്ന്. ഈ ചാലഞ്ചിലെ ഒരർത്ഥമില്ല. ഞാനാ ജയിച്ചത്, നീ തോറ്റുപോയി. പോടാ, ഞാൻ സമ്മതിക്കില്ല. ആ ഞങ്ങളാ ജയിച്ചത്. പറയുന്നില്ലേ? വേണ്ട മാധവ, വിട്ടേക്ക്. ഞങ്ങളാ ജയിച്ചത്. പറയുന്നത് കേൾക്ക്. എന്റെ പുതിയ വണ്ടി തല്ലി പൊളിച്ചേ. പാവം എന്റെ പൊന്നു സ്കൂട്ടർ. വസൂലി ബായ്, സത്യം പറ, നിങ്ങൾ എന്താണ് എന്റെ സ്കൂട്ടർ വെച്ച് ചെയ്തത്? നോക്കൂ മാധവ, ഇതിനൊക്കെ കാരണം നീയാ. അല്ല. വസൂലി ബായ് സ്കൂട്ടറിന്റെ അടുത്തുണ്ടല്ലേ? കൊള്ളാം, നല്ല സമയം. ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്തൊരു ജാക്ക് പോട്ട് പ്രൂഫ് ആണിത്. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല വസൂൽ ബായ്. ഈ ഗോപാലാണ് സ്കൂട്ടർ തള്ളിവിട്ടത്. അല്ല, പക്ഷേ ഈ സ്കൂട്ടർ ഇങ്ങോട്ടാരാ കൊണ്ടുവന്നത്? മാധവല്ലേ കൊണ്ടുവന്നത്? ആ, എല്ലാം ശരിയാ ലക്കി. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗോപാല കൊണ്ടുവന്നത്. ഇപ്പൊ കാണിച്ചേരടാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. മാധവ് സ്കൂട്ടറിനെ ദാ കണ്ടോ, ഇങ്ങനെ പിടിച്ചിട്ടാ വലിച്ചത്. അല്ല, ഗോപാൽ സ്കൂട്ടർ അല്ലല്ല, ഇങ്ങനെ വലിച്ചത്. ഇങ്ങനെ പിടിച്ച് വലിച്ചു. ഇങ്ങനെ വലിച്ച ഇങ്ങനെ. അവസാനം സ്കൂട്ടർ ഇപ്പൊ പോയതുപോലെ എന്റെ സ്കൂട്ടർ ഇതാ പോകുന്നേ. എന്റെ സ്കൂട്ടർ എന്നെ വിട്ട് പോകുന്നേ. എന്റെ സ്കൂട്ടറേ, വേഗം പിടിക്ക. ഇപ്പൊ ആ സ്കൂട്ടർ തീർച്ചയായിട്ടും തകിടുപടി ആകുമല്ലോ. പിള്ളേരെന്ന് ശരിക്കും കുടുങ്ങി പോയി. എല്ലാവരും ഓട്, വേഗം പോയി പിടിക്ക. അയ്യോ, ഈ സ്കൂട്ടർ എങ്ങനെയാണാ എന്റെ താഴേക്ക് വന്നത്? ഓ, എന്റെ സ്കൂട്ടർ ആരെങ്കിലും വന്ന് നിർത്തി തരണേ. സ്കൂട്ടറേ, രക്ഷിക്ക, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക, പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കണേ. ആരെങ്കിലും രക്ഷിക്കണേ എന്നെ. വേഗം ഓട്, പിടിക്ക, അതിന് പിടിക്ക. ആരുടെ വണ്ടിയാ? എന്റെ ദൈവമേ, അത് എന്റെ വണ്ടിയാണല്ലോ. ആ എടാ പപ്പി, എന്റെ കാർ. എന്റെ സ്കൂട്ടർ. എടാ പപ്പി.
സ്കൂട്ടർ വാങ്ങിച്ചിട്ട് ഒരു ദിവസമേ ആയിട്ടുള്ളൂ, അതിനുള്ളിൽ ഇങ്ങനെ ആയല്ലോ നീ. സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ദേ ഈ പിള്ളേരുണ്ടല്ലോ, ഇവന്മാരെല്ലാരും കൂടെ ചേർന്ന് വസൂലിയുടെ സ്കൂട്ടർ എടുത്ത് ഓടിക്കുകയായിരുന്നു. പക്ഷേ എന്റെ കാറിന്റെ മണ്ടയ്ക്ക് തന്നെ വന്ന് വീണത് നീയല്ലേടാ? അയ്യോ ഇല്ല സാർ, ഈ തലതിരിഞ്ഞവന്മാർ എന്തെങ്കിലുമൊക്കെ പറയും സാർ, അത് വിശ്വസിക്കരുത്. ഇന്ന് ഞാൻ ഇവന്മാരെ വിടില്ല. ഇത് കണ്ടു സാറേ, സാറേ എന്റെ അടുത്ത് പ്രൂഫ് ഉണ്ട്, സാറൊന്ന് നോക്ക്. നോ 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 നോ. നീ ആണെങ്കിലും നീ അല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. എന്റെ സ്കൂട്ടറിന്റെ കോമ്പൻസേഷൻ, അതായത് റിപ്പയർ ചെയ്യാനുള്ള കാശ് തരണം. എന്റെ കാറിന്റെ നഷ്ടപരിഹാരം ആര് തരും? അയ്യോ ഞാനല്ലേ.